ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഓണ സമയത്തൊക്കെ ഉറപ്പായിട്ടും എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നൊരു റെസിപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ ഒരു 5 വലിയ ഏലക്കായാണ് കേട്ടോ. അതിൻ്റെ തോല് കളഞ്ഞിട്ട് ആ കുരു മാത്രം ഈ പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൗഡറാക്കി പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ അത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മാവ് കുഴച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചുകൊണ്ട് വന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ നല്ല നിറച്ചിട്ട് നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ്. അതിന് ശേഷമാണ് ഞാൻ മാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് ഞാൻ 1/2 കപ്പോളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുക്കുക, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം മാറ്റി വയ്ക്കുക, ബാക്കി ഒഴിച്ചു കൊടുക്കുക, കുറച്ചായിട്ട് കുഴച്ചെടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ എന്തായാലും 1/4 കപ്പിന് മുകളിൽ ഒരുപാടൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ ഞാൻ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മുങ്ങിക്കിടക്കണം. അപ്പോൾ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് പരത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും ആ എണ്ണയിലങ്ങ് സോക്കായിട്ട് കിടക്കും. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഞാനിത് മൂടി മാറ്റി വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പരിപ്പാണ്. അപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഒരു നുള്ളുപ്പും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. കുക്കറിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ മൂടി വെച്ച് ഞാനൊരു 3 വിസിലിട്ട് കൊടുത്തപ്പോഴേക്കും എനിക്കിത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി വെള്ളം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എനിക്കൊരല്പം വെള്ളം മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. വെന്തിട്ടുണ്ട്. ഇനി പഞ്ചസാര പൊടിച്ച ആ ജാറിലോട്ട് തന്നെ കുറച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കുക. ഞാനിവിടെ ഇപ്പം മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതിനെ ഇനി നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം, അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോവും. അതുകൊണ്ട് അതൊന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പഞ്ചസാരയും കൂടി ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് വെള്ളം പോലെയൊക്കെ ആവും. അപ്പോൾ അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെയും നല്ല രീതിയിൽ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതൊന്ന് തണുത്ത് വരുമ്പോൾ കറക്റ്റ് പാകമാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുണ്ട പിടിക്കാനായിട്ടുള്ള പരുവത്തിനായിട്ട് കിട്ടും. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ മാവ് നോക്കുമ്പോൾ പാകത്തിന് ഇരിപ്പുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടാവേ. അപ്പോൾ ആ എണ്ണയിലൊക്കെ കിടന്ന് സോക്കായിട്ട് നല്ല പരുവത്തിന് ഇരിപ്പുണ്ട്. ഇനി ആ എണ്ണ മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ മാവ് സൈഡിലോട്ടൊന്ന് മാറ്റി പിടിച്ചാൽ ബാക്കിയുള്ള എണ്ണ വേറൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റാം. ഇനി ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഓരോ ഉരുണ്ട പിടിക്കുക കേട്ടോ. ആ എണ്ണയിൽ കിടന്ന സോക്കായതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഈ കടലപ്പരിപ്പിൻ്റെ മിക്സ് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷനിലോട്ട് വെക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഈ മാവ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ കവറാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന മാവ് അതൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതിൽ നിന്ന് പിച്ചങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഒരുപാട് മാവ് ഓവറായിട്ട് ഇതിനെ പുറത്തോട്ട് വെക്കേണ്ട. ജസ്റ്റ് ആ പരിപ്പുരുണ്ടയിൽ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ ആ മാവിരുന്നാൽ മതി. എന്നിട്ട് കൈവച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുവാണേ.
അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തെടുത്ത് ആ ബോളിലോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയ എണ്ണ തന്നെ കുറച്ച് അതിൻ്റെ പുറത്തോട്ടൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോന്ന് അതിൽ നിന്ന് എടുക്കുമ്പോഴും ബാക്കിയുള്ള മാവിനെ മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിനൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യും പോലെ ജസ്റ്റ് ഈ മാവൊന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് ബലപ്പിച്ചൊന്നും നമ്മളിത് പരത്തേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി അതിലിരിക്കുന്ന അരിപ്പൊടിയൊക്കെ ജസ്റ്റ് കൈവച്ചൊന്ന് തട്ടിക്കളയുക. അതിനുശേഷം ഒരു പാനിലേക്ക്, നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, അധികം വേവൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡൊന്നും ആയി വരുമ്പോഴേക്കും വളരെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും, കാരണം നമ്മുടെ ബോളി അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഞാൻ പതിയെ മറിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ലേ, ഞാൻ മാവിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നെയ്യ് ചേർത്താണ് വിരവി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബോളിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും സോഫ്റ്റുമാണ്, അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.